വലിയപറമ്പ് ഇടയിലക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘം പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് ക്ഷീരകർഷക സംഘവും ഇടയിലക്കാട് ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന്റെ ഹൈജീനിക് മിൽക്ക് കളക്ഷൻ റൂമിന്റെ ഉദ്ഘാടനവും മെയ് 19 തിങ്കളാഴ്ച ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. ബ്ലോക്ക് പരിധിയിൽ ക്ഷീരമേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിക്കും. ക്ഷീരകർഷക സെമിനാറിൽ ഗുണമേന്മയുള്ള പാലുൽപാദനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് ക്ഷീരവികസന ഓഫീസർ PV മനോജ് കുമാറും കന്നുകാലികളിലെ രോഗങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വന്ദന മോഹനും ക്ലാസ് എടുക്കും. നമ്മുടെ ക്ഷീരകർഷക സംഗമം. അപ്പോൾ അതിലെ ഈ ക്ഷീരകർഷക സംഗമം ഇവിടെ സംഘാടക സമിതിയുടെ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ 2025-26 വർഷത്തെ ആദ്യ ക്ഷീരകർഷക സംഗമമാണ് നമ്മുടെ ഇടയിലക്കാട് വെച്ചിട്ട് ഈ 19-ാം തീയതി തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ MLA ശ്രീ രാജഗോപാലൻ അവരുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി മാഡം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും, അതായത് നമ്മുടെ നീലേശ്വരം ബ്ലോക്കിന്റെ ഒരു ടൂറിസം മേഖലയിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന ഒരു മേഖലയാണ് ഇടയിലക്കാട് എന്ന് പറയുന്നത്. 35 ക്ഷീരസഹകരണ സംഘങ്ങളിൽ നിന്നായി 450 പ്രതിനിധികൾ പങ്കെടുക്കും. നീലേശ്വരം ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ ഉൾപ്പെടുന്ന 6 ഗ്രാമപഞ്ചായത്തുകളിലും നീലേശ്വരം നഗരസഭയിലുമായി ആകെ 35 ക്ഷീരസഹകരണ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ 1250ഓളം കർഷകരിൽ നിന്നായി പ്രതിദിനം 12,000 ലിറ്റർ പാൽ സംഘങ്ങൾ മുഖേന സംഭരിക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ K മധുസൂദനൻ, നീലേശ്വരം ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ K രമ്യ, മിൽമ ഫെഡറേഷൻ ഡയറക്ടർ PP നാരായണൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.